ഈ ലോകത്തിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഓടിപ്പോവാനായിട്ടല്ല, ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞാലോ. നമ്മുടെ ചുറ്റും നോക്കിയാല് സ്പിരിച്വലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് മറ്റുള്ളവരായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ ആക്ച്വലി ദൈവം നമ്മളെ അതിനല്ല വിളിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടി ജീവിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമേ അല്ല. നമ്മളെ യഥാർത്ഥ ബാറ്റിൽ എന്ന് പറയുന്നത് ഈ ഒളിച്ചോട്ടമല്ല, പകരം ആരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ റിയൽ ബാറ്റിൽ എന്ന് പറയുന്നത്. നമുക്ക് ഈ അവസ്ഥയെ ഒരു വടംവലി മത്സരത്തോട് ഉപമിച്ച് നോക്കാം. ഈ റോപ്പിന്റെ ഒരു സൈഡിലെ ലോകവും അതിന്റെ ഡിസ്ട്രാക്ഷൻസും ടെംപ്റ്റേഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സൈഡിൽ നമ്മൾ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡില് നമ്മളും നമ്മളുടെ ഫെയ്ത്ത് അത് ഇങ്ങോട്ട് വലിക്കാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടുത്തെ ആക്ച്വൽ പ്രശ്നമെന്ന് പറയുന്നത് ആരാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ഈ റോപ്പിന്റെ അതർ സൈഡിലുള്ള അന്ധകാരത്തിലിരിക്കുന്ന ജനത്തെ നമുക്ക് ഇങ്ങോട്ട് വലിച്ച് പ്രകാശത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇനി നമ്മളുടെ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസത്തിൽ വീക്കാണെങ്കിൽ അതർ സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ അങ്ങോട്ട് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പ്രശ്നത്തിൽ നമ്മൾ ഓടി ഒളിച്ചിട്ട് കാര്യമില്ല, പകരം ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട്, ക്രിസ്തുവിൽ ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ് ആയിട്ട് നിന്നുകൊണ്ട്, സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അന്ധകാരത്തിലിരിക്കുന്ന ആൾക്കാരെ വലിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞത് ലോകത്തിന്റെ പ്രകാശമാകാനായിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, മലമുകളില് സ്ഥിതി ചെയ്യുന്ന പട്ടണം മറഞ്ഞിരിക്കുകയില്ല എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഓടിപ്പോകാനായിട്ട് നിങ്ങളുടെ ജീവിതം ചെലവഴിക്കരുത്, പകരം ക്രിസ്തുവില് വളരെ ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ് ആയി നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് നമ്മളുടെ ലൈഫ് നമ്മൾ വിനിയോഗിക്കുക. അങ്ങനെ അനേകരെ രക്ഷിക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് മാറാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.